ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ഒക്കെയാണ്, പിള്ളേരൊക്കെ അവധിയായിട്ട് വീട്ടിൽ ഇരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്നപ്പം ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വലിയ കുക്കൊന്നും അല്ല, എങ്കിലും ചെറിയ രീതിയിലൊക്കെ പാചകം ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ കപ്പ ബിരിയാണി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാനിതേ കപ്പ ബിരിയാണിക്ക് ആവശ്യമായ എല്ല് വാരി എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ. അത് ഞാൻ രാവിലെ തന്നെ വാങ്ങിച്ച് കഴുകി ഫ്രഷ് ആക്കി വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് വെള്ളം തോരാൻ വേണ്ടി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലവണ്ണം ചതച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, കാരണം ഒരു സബോള ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഒരു മധുരമായി പോകുമല്ലോ. പിന്നെ കുറച്ച് കറിവേപ്പില. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാവേ. ആദ്യം കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. ഇത്രയും മതി നമുക്ക്. ഇനി നമ്മൾ പിന്നീട് ചേർക്കുന്നുണ്ട്. തൽക്കാലം നമ്മൾ ഇത്രയും കുറച്ച് പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ച് പൊടികൾ പിന്നീട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. വെള്ളം ഒന്നും ഒട്ടും ചേർക്കണ്ട, കാരണം ഇതിനകത്ത് നിന്ന് തന്നെ വെന്ത് കഴിയുമ്പം വെള്ളം ആയിക്കോളും. നമുക്കിത് പറയട്ടെ എങ്ങനെയായിട്ടാ തിരുമുന്നോ? ഇനി നമുക്കിത് അടച്ച് അടുത്തതായി നമുക്ക് ഈ കപ്പ ബിരിയാണിക്കുള്ള കപ്പ വേവിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിത് കപ്പ എല്ലാം റെഡിയാക്കി കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കപ്പയ്ക്ക് മുകളിൽ നിൽക്കണം വെള്ളം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കപ്പയും കൂടെ വേഗം വയ്ക്കുവാണ്. അപ്പം നമ്മൾ കപ്പ ബിരിയാണിക്കുള്ള എല്ലും കപ്പയും ഒക്കെ അടുപ്പിലാക്കിയിരിക്കുകയാണ്. ഇനി അത് വെന്ത് വരണം. പിന്നെ നമ്മുടെ ഈ കപ്പ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ ഒരു സർവ്വസാധാരണമായ വീഡിയോ ആണ്, ഒരു പ്രത്യേക പുതുമയുള്ള വീഡിയോ ഒന്നും അല്ല. എങ്കിലും ഞങ്ങൾ ഇന്ന് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയ സമയത്ത് വിചാരിച്ചു ഒരു വീഡിയോ കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഈ കോട്ടയംകാരുടെ മെയിൻ ഫുഡാണല്ലോ എല്ലും കപ്പയും, അല്ലെ കപ്പ ബിരിയാണി എന്നൊക്കെ ഉള്ളത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫുഡാണ്. അപ്പം ഞങ്ങളങ്ങനെ വെറുതെ ഉണ്ടാക്കിയപ്പം പ്രേക്ഷകരെ കൂടെ കാണിക്കാൻ വെച്ചപ്പോൾ ഞങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കപ്പ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിരിക്കുകയാണ്. നല്ലതായിട്ട് വേകുന്ന കപ്പയായിരുന്നു. അത് ഞാൻ വെന്ത് കിട്ടി നന്നായിട്ട് ഊറ്റി ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലും വെന്ത് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്യണം, കുക്കർ തുറക്കാൻ കുറച്ച് താമസമുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്ന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടേ. അപ്പം അത് കിട്ടിയപ്പോൾ തൊട്ടേ അപ്പൂസിന് അത് മുറിച്ച് കഴിക്കണം. അപ്പോൾ തൊട്ടേ വഴക്കാണ്. അപ്പം ഞാൻ ഈ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിന് തിരക്കിലായതുകൊണ്ട് മുറിച്ച് കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഏതായാലും ഇതൊക്കെ വെന്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് വരാൻ ഇച്ചിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർത്ത് അവനെ അതങ്ങ് മുറിച്ച് കൊടുക്കാന്ന്. അപ്പം അപ്പൂസേ, അത് കൊണ്ടുപോകാൻ അമ്മ മുറിച്ച് തരാം. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാം ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഒന്ന് മുറിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് മുറിച്ച് നോക്കാവേ. ഞാനും ഇത് കട്ട് ചെയ്തുള്ള പരിചയമൊന്നും ഇല്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ് കട്ട് ചെയ്യുന്നത്. ആഹാ, കാണാൻ തന്നെ എന്ത് രസമാണ് കാണാൻ തന്നെ. നല്ല ബീറ്റ്റൂട്ട് പോലെ ചുമന്നിരിക്കുന്നത്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഇത് എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നും കൂടെ നമുക്കൊന്ന് അറിയാം. കണ്ടോ ഫ്രണ്ട്സ്, കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. അകത്തൊക്കെ കണ്ടോ കറുത്ത കളർ, നല്ല കസ്കസ് പോലെ ഒരു സംഭവമൊക്കെ കാണാനുണ്ട്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. കട്ട് ചെയ്യുന്നതനുസരിച്ച് അപ്പൂസ് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ഇതിനൊന്ന് കൊടുത്തു നോക്കാം. ആദ്യം തന്നെ അപ്പൂസിന് തന്നെ കൊടുത്തു നോക്കാം. അവനിത് കഴിച്ചിട്ട് എന്ത് പറയുമെന്ന് നോക്കാം.
കഴിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട്? ഇതിന്റെ ടേസ്റ്റ് എന്നാ? മധുരമാണോ പുളിയാണോ പറ ഗൈസ്. ഞാനും ഒന്ന് കഴിച്ചു നോക്കുവാണേ. മധുരമുണ്ട്, എന്നാലും വലിയ മധുരമൊന്നുമില്ല, പക്ഷെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ, കൊള്ളാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കപ്പയും എല്ലും എല്ലാം ഇവിടെ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. നമുക്കിനി അത് ബാക്കിയും കൂടെ പ്രിപ്പയർ ചെയ്ത് പെട്ടെന്ന് എടുക്കാം. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, ഒരു രക്ഷയില്ല കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അതിന് നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന്. അപ്പൊ നമുക്കിനി കപ്പ ബിരിയാണിയുടെ ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ എല്ലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല എല്ലായിരുന്നു കേട്ടോ. നല്ല സാധനം നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് കണ്ടോ. നന്നായിട്ട് നെയ്യുണ്ടായിരുന്നു. നന്നായിട്ട് നെയ്യുണ്ട്, നന്നായിട്ട് വെന്ത് എല്ലേന്നൊക്കെ വിട്ട് കിട്ടിയിരിക്കുകയാണ്. അതായത് കപ്പ ബിരിയാണിക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പരുവത്തിനുള്ള എല്ലാമാണ് നമുക്കിന്ന് കിട്ടിയത്. വലിയൊരു ഉരുളിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സബോള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം സബോള. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് പൊടികളും കൂടെ ചേർക്കാനുണ്ട്, ഇതൊന്ന് വഴറ്റിട്ട് വേണം. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാവേ. കുറച്ചുകൂടി ഗരം മസാല, മഞ്ഞൾപ്പൊടി, ശകലം ലേശം കുരുമുളക് പൊടി. ഇവിടെ ഇവർക്ക് ഒത്തിരി എരിവൊന്നും വേണ്ട കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നത്. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ശകലം മീറ്റ് മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണേ. മീറ്റാണല്ലോ സാധനം, ഇപ്പം മീറ്റ് മസാല ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ ലേശം കുറച്ച് വയ്ക്കുന്നുണ്ട് ഫ്ലെയിം. ലേശം കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ എല്ലും കപ്പയും കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇനി ഉള്ളത്. അപ്പോൾ നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ഈ എല്ലാം കൂടെ നമ്മൾ ഈ അരപ്പിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. നെയ്യാണ് ഈ കാണുന്നത് മുഴുവനും. നല്ല നെയ്യുള്ള എല്ലായിരുന്നു നമുക്ക് കിട്ടിയത്. ശകലം വെള്ളം നമ്മൾ ചൂടാക്കി വെച്ചേക്കണം, കാരണം കപ്പ ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആവുകയാണെങ്കിൽ മാത്രം ചേർക്കാൻ വേണ്ടിയിട്ട് ശകലം തിളച്ച വെള്ളം നമ്മൾ കരുതിയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ കപ്പ നന്നായിട്ട് വെന്ത് ഒന്ന് ഉടച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇത് ആ എല്ലിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് വേണം മിക്സ് ചെയ്യാവേ. എനിക്കിവിടെ വെള്ളം വേറെ ചോറിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം അത്യാവശ്യം ഡ്രൈ ഉണ്ട്. ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടി ഞാനൊരു സ്പെഷ്യലല്ല കേട്ടോ, എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. കുറച്ച് തേങ്ങ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് വറുത്തപ്പോൾ തേങ്ങ മാത്രമല്ല, തേങ്ങയും കറിവേപ്പിലയും അതിലേക്ക് ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ്. ചിലരിത് ചേർക്കുന്നത് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് കറക്കിയിട്ടൊക്കെ ചേർക്കാറുണ്ട്, ഒതുക്കിയിട്ട്. ചിലർ ഇങ്ങനെ തന്നെയും ചേർക്കും. എങ്ങനെ ചേർത്താലും നല്ല ടേസ്റ്റ് ആണ്. ഞാനിത് ഇങ്ങനെ തന്നെ ചേർക്കാനാണ്. അപ്പൊ നമുക്കിനി ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്.
ജസ്റ്റ് ഒന്ന് കടുക് കൂടെ താളിച്ചിടുന്നുണ്ട് ഞാനിതിലേക്ക്. അപ്പം ഞാൻ കടുകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണിയുടെ ഫിനിഷിംഗ് ആയി. അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ എടുക്കുകയാണ്. ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. വെറുതെ ഒരു ടേസ്റ്റിന് വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടിയും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ കടുകും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ വറുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു. ഇനി ഇത് കഴിച്ച് നോക്കിയിട്ട് വേണം അഭിപ്രായം പറയാൻ. കണ്ടിട്ട് എനിക്ക് നല്ലതാണെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇത് കഴിച്ചിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ കപ്പ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ബാക്കി വിവരം നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. കഴിച്ചിട്ട് ഇവർ എന്ത് പറയുന്നു നോക്കാമല്ലോ. കഴിക്കാം. എങ്ങനെയുണ്ട് അപ്പൂസ? സൂപ്പർ, അടിപൊളി. വലിയ എരിവൊന്നുമില്ല കേട്ടോ ഗൈസ്. ഞാൻ എന്താ വെച്ചാൽ ഇവന്മാര് എരിവ് കൂട്ടത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ എരിവ് കുറച്ചിട്ടിരിക്കുന്നത്. ഉള്ള കാരണേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.